ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ റെസിപ്പി ചിക്കൻ ചീസ് മോമോയാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ കഴുകി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഓയിലിലേക്ക് തന്നെ 2 ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് ചെറുതാക്കി അരിഞ്ഞ് ഒന്ന് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് വാട്ടിയെടുക്കുക. അതിലേക്ക് വാടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഒന്നുകൂടി വാട്ടിയെടുക്കുക. ഒന്ന് വാടി വന്നതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇതിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കന് അതിലേക്കിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല റെഡിയായി. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മൈദ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മളെ മൈദ ഇവിടെ കുഴച്ച് വെച്ചിട്ടാ. ഇനി അതൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അധികം കട്ടിയില്ലാതെ പരത്തുക കേട്ടോ. എന്നിട്ട് നല്ല റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഗ്ലാസ്സോ മൂടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 4 കട്ട് ചെയ്ത് ഈ പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതേപോലെ സൈഡിലേക്കൊന്നും ആവാത്ത വിധത്തിൽ വൃത്തിക്ക് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചീസും വെച്ച് കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡും കൂടെ ഒന്നിപ്പിക്കാം. നല്ലപോലെ ഒട്ടണം എന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്താൽ മതി. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല റോസാപ്പൂ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് 4 കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. നല്ല റോസാപ്പൂ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് എന്താ പറയുക, പുറമെ മസാല കാണാത്ത വിധത്തിലാണ് വേണ്ടതെങ്കിൽ ഈ നമ്മൾ 2 ഭാഗവും ജോയിൻ ചെയ്തില്ലേ, അത് നല്ലപോലെ അവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി. അതല്ല ഇടയ്ക്ക് ഇങ്ങനെ മസാല കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്ത പോലെ ഒട്ടിക്കാതിരുന്നാലും മതി കേട്ടോ. ഇങ്ങനെ ഞാനിതാ ബാക്കിയുള്ളതും ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ആവി കൊള്ളിക്കാം. ഒരു 10-15 മിനിറ്റ് ആവി കൊള്ളിക്കാം. സംഭവം നല്ല ചൂടോടുകൂടി നല്ല സോസും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.